നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണയെ കഴിഞ്ഞ ദിവസം 10 മണിക്കൂറിലധികമാണ് ഇഡി കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യൽ നടത്തിയത്. ഇപ്പോൾ അതിൽ പ്രതികരിച്ചുകൊണ്ട് ഷോൺ ജോർജ് BJP നേതാവാണ്. അദ്ദേഹം രംഗത്ത് വരികയാണ്. തുടക്കം മുതൽ തന്നെ കർശനമായിട്ടുള്ള നിലപാടുകൾ ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള, തെളിവുകൾ പലപ്പോഴും പുറത്തുവിട്ടിട്ടുള്ള വ്യക്തി കൂടിയാണ് ഷോൺ ജോർജ്. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരാൾക്ക് ചെയ്യാത്ത ജോലിക്ക് പ്രതിഫലം ലഭിക്കണമെങ്കിൽ അത് അഴിമതിയാണെന്ന് കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം. ഇന്നലെ BJP നേതാവ് ഷോൺ ജോർജ് പറഞ്ഞ ആ പ്രസ്താവനയിൽ നിന്നും കാര്യങ്ങൾ ആർക്കും വളരെ വേഗം ഗ്രഹിച്ചെടുക്കാവുന്നതാണ്. മാസപ്പടി കേസ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ലെന്ന് കേസിലെ പരാതിക്കാരനും BJP സംസ്ഥാന ഉപാധ്യക്ഷനുമായ ഷോൺ ജോർജ് പറഞ്ഞു. പിണറായി വിജയൻ ശിക്ഷിക്കപ്പെടുന്നത് വരെ കേസിൽ നിന്ന് ഒരു അടി പോലും പിന്നിലേക്കില്ലെന്ന് ഷോൺ ജോർജ് പറഞ്ഞു. വീണയെ ചോദ്യം ചെയ്ത് കേസ് അവസാനിപ്പിക്കാനുള്ള പരാതിയല്ല കൊടുത്തത്. കേസിലെ യഥാർത്ഥ പ്രതി പിണറായി വിജയനാണ്. പിണറായി വിജയനിലേക്ക് അന്വേഷണം നീളേണ്ടതായിട്ടുണ്ട്. നിലവിൽ 10% എത്തിയിട്ടുണ്ട്. ED കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അതിൽ പിണറായി വിജയൻ പ്രതിയായി വരുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. ഇതെല്ലാം നടന്നത് പിണറായി വിജയനുള്ള കൈക്കൂലിയാണ്. പിണറായി വിജയൻ അപ്പുറത്തേക്കും അന്വേഷണം കടക്കാൻ സാധ്യതയുണ്ട്. പരാതി കൊടുക്കുമ്പോൾ താൻ BJP-കാരനല്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തന്റെ പരാതിയിൽ BJP ഇടപെട്ടിട്ടും ഇല്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ED അന്വേഷണത്തെ ഒരുമിച്ച് പ്രതിരോധിക്കണം എന്ന് പറഞ്ഞ CPM ഇപ്പോൾ എവിടെയെന്നും ഷോൺ ജോർജ് ചോദിച്ചു. പിണറായി വിജയന്റെ കൂടെ ഇപ്പോൾ പാർട്ടിയില്ല. റെയ്ഡിന്റെ പേരിൽ എത്ര ആക്രമണങ്ങൾ നടന്നു? വീണ ഇന്ന് ചോദ്യം ചെയ്യാൻ ഹാജരായപ്പോൾ ഒരു CPM-കാരനെയും അവിടെ കണ്ടില്ല. 26 സഖാക്കൾ വീണ കൈക്കൂലി വാങ്ങിയതിന് ജയിലിൽ കിടക്കുകയാണ്. പിണറായി വിജയനും ഗോവിന്ദൻ മാഷും ആഹ്വാനം ചെയ്താലും സഖാക്കൾ ഒന്നും അന്വേഷണത്തെ തടസ്സപ്പെടുത്താനുണ്ടാവില്ല. കൊട്ടേഷൻ ടീമിനെ കിട്ടിയാൽ അവർ മാത്രം ഉണ്ടാകുമെന്നും അദ്ദേഹം പരിഹസിച്ചു. മുഖ്യമന്ത്രിക്ക് നൽകേണ്ട കോഴ വീണയ്ക്ക് നൽകിയെന്നാണ് ഷോൺ പറയുന്നത്. അതായത് മുഖ്യമന്ത്രി മകളെ മുന്നിൽ നിർത്തി പണം തട്ടുകയായിരുന്നു അത്രേ. ഇതിന് സർക്കാർ വകുപ്പിനെ ദുരുപയോഗം ചെയ്തു. ഇതാണ് അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് മുൻ മുഖ്യമന്ത്രി കൈക്കൂലി കേസിൽ പ്രതിയാകാനുള്ള സാധ്യതകൾ തീർച്ചയായും വന്നു ചേർന്നിരിക്കുന്നു. കാരണം വീണ അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകളാണ്. മുഖ്യമന്ത്രിയുടെ മകളെ സഹായിക്കുന്നത് മുഖ്യമന്ത്രിയെ നേടുന്നതിന് തുല്യം തന്നെയാണ്. ഷോൺ ജോർജിന്റെ ആവശ്യപ്രകാരം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. പ്രധാനമന്ത്രി സാക്ഷാൽ നരേന്ദ്രമോദി വിചാരിച്ചാൽ പോലും രക്ഷിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഊരാ കുടുക്കിലാണ് പിണറായി വിജയൻ എത്തിയത്. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ഉടനെ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡിനെ സ്വന്തം വകുപ്പാക്കി പിണറായി വിജയൻ മാറ്റിയപ്പോൾ തന്നെ ഇത്തരം ഒരു അപകടം എല്ലാവരും മണത്തതാണ്. ഒരു കാര്യവുമില്ലാതെ മറ്റൊരു മന്ത്രിയുടെ കീഴിലുള്ള വകുപ്പ് സ്വന്തം മേൽവിലാസത്തിലേക്ക് മാറ്റാൻ പിണറായി വിജയൻ തയ്യാറാവുകയില്ല. CMRL എന്ന കമ്പനിയും ശശീന്ദ്രൻ കർത്ത എന്ന മുതലാളിയും മാത്രമാണ് ആ നിമിഷത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് മുന്നിലുണ്ടായിരുന്നത്. കർത്തായെ സഹായിക്കണമെങ്കിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് പിതാവിന്റെ കീഴിലാക്കണമെന്ന നിർദ്ദേശം പിണറായി വിജയന് മുമ്പിൽ വെച്ചത് മകൾ വീണയാണെന്ന് മനസ്സിലാക്കുന്നു. വീണയെ മുന്നിൽ നിർത്തി കർത്തായിൽ നിന്നും സംഭാവന സ്വീകരിക്കാനുള്ള അടവാണ് പിണറായി വിജയൻ നടത്തിയത് എന്നാണ് ആരോപണം. 2011 UDF സർക്കാരിന്റെ കാലത്ത് ആരോഗ്യമന്ത്രിയുടെ കീഴിലായിരുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡ്. സ്വാർത്ഥ താല്പര്യമുണ്ടെങ്കിൽ അസംഖ്യം അവസരങ്ങളാണ് ഈ വകുപ്പ് മന്ത്രിമാർക്ക് മുന്നിൽ തുറക്കുന്നത്. സംസ്ഥാനത്തെ വൻകിട കമ്പനി മുതലാളിമാരെല്ലാം ഈ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിക്ക് മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കും. ഇല്ലെങ്കിൽ കമ്പനി അടച്ചുപൂട്ടാൻ 10 സെക്കൻഡ് പോലും വേണ്ടത് അവർക്കറിയാം. വിപുലമായ അധികാരങ്ങളാണ് ബോർഡിനുള്ളത്. ഒരു കുഴപ്പവുമില്ലെങ്കിലും പിഴയിടാം, പൂട്ടിക്കാം. കാരണം കുഴപ്പങ്ങളില്ലാതെ നാട്ടിൽ കമ്പനി നടത്താനാവില്ല. CMRL നടത്തുന്ന പരിസ്ഥിതി മലിനീകരണം ഏറെ കാലമായി ചർച്ചാ വിഷയമാണ്. പെരിയാർ നദിയിലെ മലിനീകരണവും പ്രദേശത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഇതിൽ പ്രധാനമാണ്. CMRL നിന്നുള്ള വ്യാവസായിക അവശിഷ്ടങ്ങൾ ശുദ്ധീകരിക്കാതെ പെരിയാറിലേക്ക് ഒഴുക്കുന്നത് വഴി നദിയിലെ വെള്ളത്തിന് കറുപ്പ്, ചുവപ്പ് തുടങ്ങിയ നിറവ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതായി പരാതിയുണ്ട്. കമ്പനിയിൽ നിന്നുള്ള രാസമാലിന്യങ്ങളും മറ്റും ജലാശയത്തിലേക്ക് ഒഴുകി സമീപത്ത് പാടശേഖരണങ്ങളിലേക്കും ചോരുന്നതായി ആരോപണമുണ്ട്. നദിയിലെ അടിത്തട്ടിൽ അപകടകരമായ തോതിൽ ഇരുമ്പ്, സിങ്ക്, മാഗ്നീസ്, കോപ്പർ തുടങ്ങിയവ അടിഞ്ഞുകൂടുന്നതായി ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിലും വ്യക്തമാകുന്നു. കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പുകയിലും അവശിഷ്ടങ്ങളും അമിതമായ അളവിൽ വോളറ്റൈൽ ഓർഗാനിക് സംയുക്തങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇത് പ്രദേശത്ത് ദുർഗന്ധത്തിനും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നതായി ആരോഗ്യ വിദഗ്ധരും പ്രദേശവാസികളും
നിവാസികളും ചൂണ്ടിക്കാണിക്കുന്നു. മലിനീകരണ നിയന്ത്രണ ബോർഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഈ കമ്പനിക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും ആരോപിച്ച് പലപ്പോഴും പരിസ്ഥിതി പ്രവർത്തകർ പ്രതിഷേധിക്കാറുണ്ട്. അമിതമായ മലിനീകരണം തടയാൻ എടയാർ ഏലൂർ മേഖലയിലെ വ്യവസായങ്ങൾ പരിസ്ഥിതിക്ക് വഹിക്കാനുള്ള ശേഷി പരിശോധിക്കണമെന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണലും ഉത്തരവിറക്കിയിട്ടുണ്ട്. 9 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമാണ് വീണയെ ഇഡി വിട്ടയച്ചത്. കൂടുതൽ ചോദ്യം ചെയ്യാനായി വീണയെ വീണ്ടും വിളിക്കുമെന്നാണ് ഇഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതേസമയം വീണയെ വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ട് പുതിയ നോട്ടീസ് നൽകിയിട്ടില്ല. ഭർത്താവായ മുഹമ്മദ് റിയാസിനൊപ്പമാണ് വീണ ചോദ്യം ചെയ്യലിനായി ഇഡി ഓഫീസിലെത്തിയത്. PMLA 50 പ്രകാരമാണ് ഇഡി വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. CMRLുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചാണ് പ്രധാനമായും ചോദിച്ചറിഞ്ഞത്. മുമ്പ് ഈ കേസിൽ അന്വേഷണം നടത്തിയ SFIO കണ്ടെത്തിയ വിവരങ്ങളുടെ റെയ്ഡിൽ നിന്ന് ശേഖരിച്ച് പ്രധാന രേഖകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. വീണയുടെ കമ്പനി നൽകിയിട്ടുള്ള IT സേവനങ്ങളെ കുറിച്ചാണ് അന്വേഷണ സംഘം പ്രധാനമായും ചോദിച്ചത്. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ 2 കോടിയിലധികം രൂപ വീണയ്ക്കും അവരുടെ കമ്പനിക്കും CMRൽ നിന്നും IT സേവനങ്ങളുടെ പേരിൽ നൽകിയിട്ടുണ്ടെന്ന് ആരോപണമുണ്ട്. എന്നാൽ വീണയുടെ കമ്പനി പ്രത്യേക സേവനങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ലെന്നായിരുന്നു SFIയുടെ പ്രധാന കണ്ടെത്തൽ. ഈ പശ്ചാത്തലത്തിലാണ് ഇഡിയുടെ വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ശശീന്ദ്രൻ കർത്ത വീണ വിജയൻ 50 ലക്ഷം രൂപ കടം കൊടുത്തു എന്ന രസകരമായ വസ്തുതയും പുറത്തു വന്നു. കടം വീട്ടാൻ കർത്ത വീണയ്ക്ക് മാസം 8 ലക്ഷം രൂപ വീതം നൽകി. വിചിത്രമായ ഈ കണ്ടെത്തലാണ് SFIO നടത്തിയത്. മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ SFIO കുറ്റപത്രത്തിലുള്ളത് ഗുരുതരമായ കണ്ടെത്തലുകളാണ്. CMRL എക്സാലോജിക് മാസപ്പടി ഇടപാടിന് മുഖ്യ ആസൂത്രകയാണ് വീണ എന്ന് SFIO പറയുന്നു. എക്സാലോജിക് കമ്പനി തുടങ്ങിയതിന് ശേഷം വളർച്ച താഴോട്ടേക്കായിരുന്നുവെന്നും കുറ്റപത്രം വിശദീകരിക്കുന്നു. പ്രതിവർഷം 66 ലക്ഷം രൂപയുടെ ബാധ്യതയാണ് വീണയുടെ എക്സാലോജിക് കമ്പനിക്ക് ഉണ്ടായിരുന്നത്. CMRലുമായി ഇടപാട് തുടങ്ങിയതായിരുന്നു പിന്നീട് കമ്പനിയുടെ മുഖ്യ വരുമാനം. 2017 മുതൽ 2019 വരെ കാലയളവിൽ CMRലുമായി ഇടപാടുകൾ നടത്തി പ്രതിമാസം 5 ലക്ഷം രൂപ CMRൽ നിന്ന് വീണയുടെ പേരിലെത്തി. കമ്പനിയുടെ പേരിൽ 3 ലക്ഷം രൂപ പ്രതിമാസം എത്തിയിരുന്നു കുറ്റപത്രത്തിൽ പറയുന്നു. വായ്പാ തുക മാറ്റി വീണ ക്രമക്കേട് കാട്ടിയെന്നാണ് റിപ്പോർട്ട്. CMRലിന്റെ സഹോദര സ്ഥാപനമായ എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിൽ നിന്നും വീണ വിജയൻ കടമായ 50 ലക്ഷം രൂപ വാങ്ങിയെന്നും CMRലിൽ നിന്ന് പ്രതിമാസം ലഭിച്ച പണം ഉപയോഗിച്ചാണെന്ന് റിപ്പോർട്ടിലുണ്ട്. CMRലിന്റെ സഹോദര സ്ഥാപനമായ എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിൽ നിന്ന് 25 ലക്ഷം രൂപ വീതം 2 തവണയായിട്ടാണ് വീണ കടം വാങ്ങിയത്. CMRൽ ഉടമ ശശീന്ദ്രൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണിത്. CMRൽ നിന്ന് വീണയ്ക്കും എക്സാലോജിക്കിലും പ്രതിമാസം കിട്ടിയത് 8 ലക്ഷം രൂപയാണ്. CMRൽ നിന്ന് കിട്ടിയ ഈ പണം എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിലെ ലോൺ തുക തിരികെ അടയ്ക്കാൻ വീണ ഉപയോഗിച്ചു. 4 ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ തിരിച്ചടച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇങ്ങനെ കിട്ടിയ പണമാണ് ശശീന്ദ്രൻ കർത്തയുടെ തന്നെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് വക മാറ്റി നൽകിയത്. ഇതുവഴി സംസ്ഥാന സർക്കാരിന് പങ്കാളിത്തമുള്ള CMRലിനെ സാമ്പത്തിക നഷ്ടമുണ്ടായെന്നും SFIO റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ എംപവർ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ പണമെങ്കിലും അഴിമതി പണമാണെന്ന് CPM സമ്മതിക്കണമെന്ന് മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. പണം തിരിച്ചടച്ചു എന്ന് SFIO ചാർജ് ഷീറ്റിലെ വിശദാംശങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ CPIM മറുപടി പറയണമെന്നും മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടു.